എല്ലാ മത്സരങ്ങൾക്കും ശേഷം എന്താണ് അവസാനിക്കുന്നത്? വിജയമോ പരാജയമോ അതോ അതിനപ്പുറമോ? പാരീസ് ഒളിമ്പിക്സിലെ പോർക്കളത്തിൽ നിന്ന് പാകിസ്ഥാൻകാരനായ അർഷദ് നദീമിനൊപ്പം ഇന്ത്യയുടെ അഭിമാന താരം നീരജ് ചോപ്ര ലോകത്തോട് പങ്കുവയ്ക്കുന്നത് അതിർത്തികൾ കൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ജാവലിൻ ത്രോയിൽ നീരജ് വെള്ളി നേടിയപ്പോൾ 27-കാരനായ അർഷദ് എറിഞ്ഞിട്ടത് പാകിസ്ഥാന്റെ ചരിത്രത്തിലേക്കുള്ള മെഡൽ നേട്ടമായിരുന്നു. ഇതുവരെ ഹോക്കിക്കപ്പുറത്ത് ആർക്കും ഒരു വെള്ളി മെഡൽ പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത രാജ്യത്തു നിന്നും ഒളിമ്പിക് റെക്കോർഡോടെ അർഷദ് സ്വർണ്ണ മെഡൽ എറിഞ്ഞെടുത്തു. 92.97 മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡാണ് അർഷദ് പാരീസിൽ സ്വന്തമാക്കിയത്. കളി ജീവിതത്തിൽ ഒരിക്കലും 90 മീറ്റർ മറികടക്കാതിരുന്ന നീരജാകട്ടെ 89.45 മീറ്ററിൽ കളി അവസാനിപ്പിച്ചു. എന്നാൽ കളിക്കളത്തിനപ്പുറമാണ് നീരജും അർഷദും തമ്മിലുള്ള സൗഹൃദം. വേദി 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഇന്ത്യക്കായി നീരജ് ചോപ്രയും പാകിസ്ഥാനായി അർഷദ് നദീമും ജാവലിൻ എറിയാനിറങ്ങി. ചിരവൈരികളെന്ന് വിശേഷിപ്പിച്ച് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരം. ഇഞ്ചോടിഞ്ച് പോരിനൊടുവിൽ 35 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ നദീമിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളി നീരജ് സ്വർണ്ണമണിഞ്ഞു. 1ാം സ്ഥാനക്കാരനായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നീരജ് തന്റെ അടുത്തുണ്ടായിരുന്ന നദീമിനെയും അരികിലേക്ക് വിളിച്ചു. ത്രിവർണ്ണ പതാകയുടെ ചുവട്ടിൽ അഭിമാനത്തോടെ 2 താരങ്ങളും നിന്നു. ഇരു രാജ്യങ്ങളിലെയും 170 കോടിയോളം വരുന്ന മനുഷ്യരുടെ കെടുത്താനാകാത്ത സ്നേഹത്തിന്റെ സുന്ദര നിമിഷമായത്. നീരജ് നേടിയ വെള്ളി മെഡലിൽ ഞാൻ സന്തുഷ്ടയാണ്. സ്വർണം നേടിയ അർഷദും എന്റെ മകനാണെന്ന് നീരജിന്റെ അമ്മ സരോജ് ദേവി പറയുന്നതിനെയും സ്നേഹമെന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാകും? ഒരു കോച്ചിന്റെയും സഹായമില്ലാതെ പരിശീലിച്ച് നാട്ടുകാർ പിരിവിട്ട് നൽകിയ പണം കൊണ്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് പുതിയൊരു ജാവലിൻ വാങ്ങാൻ സോഷ്യൽ മീഡിയയിൽ സഹായം അഭ്യർത്ഥിച്ച തീർത്തും സാധാരണ കുടുംബത്തിൽ നിന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്ന അർഷദ് ഇന്ന് പാകിസ്ഥാനോളം ഇന്ത്യൻ കായിക പ്രേമികൾക്കും പ്രിയപ്പെട്ടവനാണ്. നീരജിന്റെയും അർഷദിന്റെയും പോലെ തുറന്നിട്ട ഹൃദയങ്ങളാൽ ഇരു രാജ്യങ്ങളും സ്നേഹം കൈമാറുന്നു. വരും തലമുറയോട് വൈരത്തിന്റെയല്ല ഒരുമയുടെ കഥകൾ പറയുന്നു. ആയുധങ്ങൾ കൊണ്ടോ വെറുപ്പുകൊണ്ടോ അല്ല, ഹൃദയം കൊണ്ട് ജയിക്കാമെന്ന് അവർ കാണിച്ചു തരുന്നു.